സലഫിന്റെ മനഹജ് എന്ന് പറയുന്ന ഈ വാക്ക് പൊതുവെ ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, സലഫികൾ എന്നൊക്കെ പറയുന്നത്. ഈ മനഹജ്, ഈ മാർഗം പിൻപറ്റുന്നവനാണ്. അതൊരു പ്രത്യേക കക്ഷിയോ ഗ്രൂപ്പോ അല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് പറയുന്ന പേരല്ല. മനഹജു സലഫ് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും സഹാബികൾ മനസ്സിലാക്കിയതുപോലെ, മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നതാണ്. ഒരു പുതിയ മാർഗരീതിയോ പുതിയ വഴിയോ അല്ല. മാത്രമല്ല, ഒരാൾ സലഫി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കക്ഷിയുടെ ഭാഗമാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ അവൻ സഹാബത്തിന്റെ മാർഗത്തിന് എതിരായിട്ടുണ്ട്. എന്താകട്ടെ, മനഹജു സലഫ്, മനഹജ് എന്ന് പറഞ്ഞാൽ മാർഗം എന്നാണ്, സലഫ് എന്ന് പറഞ്ഞാൽ മുൻഗാമികളാണ്. അതുകൊണ്ട് ഒന്നാമത് ഉദ്ദേശിക്കുന്നത് സഹാബികളാണ്. അതുപോലെ തന്നെ സഹാബികളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളും അവരിൽ നിന്ന് ദീൻ പഠിച്ച തബഉ താബിഈങ്ങളും, ഈ മൂന്ന് തലമുറയും സലഫുകളാണ്. ഈ മൂന്ന് തലമുറക്കാണ് സലഫ് എന്ന് പറയുക. ഈ മൂന്ന് തലമുറ എന്താ? ഈ മൂന്ന് തലമുറക്ക് ഒരു പ്രത്യേകത. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി, ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എന്റെ തലമുറയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറ എന്ന് പറഞ്ഞാൽ സഹാബികളുടെ തലമുറയാണ്. പിന്നീട് അവിടുന്ന് പറഞ്ഞു, സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം ഏറ്റവും നല്ല തലമുറ അവരെ പിന്തുടർന്നു വരുന്നവരാണ്. അവർക്കാണ് എന്ത് പറയുക? താബിഈങ്ങൾ എന്ന് പറയുക. ഈ മൂന്ന് തലമുറ ഖുർആനും ഹദീസും എങ്ങനെ അവർ മനസ്സിലാക്കി, എങ്ങനെ അവർ പ്രാവർത്തികമാക്കി, അങ്ങനെ മനസ്സിലാക്കുക. അതിനാണ് മനഹജു സലഫ് എന്ന് പറയുന്നത്.